പിണറായി വിജയനെ വിടാതെ പിന്തുടരുകയാണ് പി.വി. അൻവർ. സംസ്ഥാന സമ്മേളനത്തിന് ശേഷവും താൻ സിപിഎമ്മിനെക്കുറിച്ചും പിണറായി വിജയനെക്കുറിച്ചും പറഞ്ഞത് ശരിയാണെന്ന് പി.വി. അൻവർ പറഞ്ഞു. കേരളത്തിലെ സിപിഎം പിണറായി സ്തുതിപാഠകരുടെ മാത്രം പാർട്ടിയായി ചുരുങ്ങിയെന്നും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി.വി. അൻവർ പറഞ്ഞു. കാലാകാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി ചോര ചീന്തിയ സീനിയർ നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് പുതുമുഖങ്ങളെ രംഗത്തിറക്കുന്നത് മരുമകനെ പിൻഗാമിയാക്കാനാണെന്നും പി.വി. അൻവർ ആരോപിച്ചു. മുൻപ് പലതവണ സിപിഎമ്മിനെ സംബന്ധിച്ചും പിണറായി വിമർശിച്ചും പി.വി. അൻവർ രംഗത്തെത്തിയിരുന്നു. ചില വാക്കുകൾ പിന്നീട് കൈവിട്ടു പോവുകയും പരസ്യമായി മാപ്പ് ചോദിക്കേണ്ടിയും വന്നിരുന്നു. എന്നിരുന്നാലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നത് അൻവറിന്റെ ശീലമായി മാറിയിരിക്കുകയാണ്. തന്റെ മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് 100-ൽ നിന്ന് 0 എന്നും പി.വി. അൻവർ മുൻപേ പറഞ്ഞിരുന്നു. അഴിമതിക്കാരനായ എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിനെ മുഖ്യമന്ത്രി താലത്തിൽ കൊണ്ട് നടക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. അതേസമയം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പരസ്യ യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു. പോലീസ് സ്വർണം പിടിച്ചെടുത്ത കേസുകളിൽ സിറ്റിംഗ് ജഡ്ജിയെ നിയോഗിച്ച് പുനരന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോയെന്നാണ് വാർത്താസമ്മേളനത്തിൽ അൻവർ വെല്ലുവിളിച്ചത്. സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് താൻ ഉന്നയിച്ച പരാതികളിൽ മുഖ്യമന്ത്രി തന്നെ ചതിച്ചുവെന്നും അൻവർ ആരോപിച്ചു. നാട്ടിൽ നടക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ മുഖ്യമന്ത്രി അറിയാത്ത സാഹചര്യമാണെന്നും എല്ലാം നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശി എന്ന കാട്ടുകള്ളനാണെന്നും അൻവർ തുറന്നടിച്ചു. പി. ശശിക്കെതിരായ പരാതി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് നിസ്സഹായാവസ്ഥയാണെന്നും സിഎംഎ നിങ്ങളോട് ജനങ്ങൾക്കിപ്പോൾ വെറുപ്പാണെന്നും അൻവർ പറഞ്ഞിരുന്നു. സിപിഎം സമ്മേളനത്തിന് ശേഷവും അധിക്ഷേപം തുടരുകയാണ് പി.വി. അൻവർ. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ മുഖ്യ ശത്രു സ്ഥാനത്ത് തുടരുന്നത് അൻവർ തന്നെയാകുമെന്നതിനുള്ള സൂചനയാണ് ഇത്.